നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. കൊടകര വാസപുരം മറ്റത്തൂർക്കുന്ന് എറന്നൂർ മനയിലെ പ്രസാദ് ED ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഹൃദ്രോഗമെന്ന് സൂചന. ആചാര തനിമയോടെ കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പോത്തോട്ടോണം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. മുപ്ലിയം സ്വദേശി പേക്കാട്ടിൽ വീട്ടിൽ 68 വയസ്സുള്ള സെലീനയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ സെലീനയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ ബൈക്ക് നിർത്താതെ പോയി. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സിഗ്നലിൽ നിർത്തിയിട്ട സമയത്ത് സിഗ്നൽ തെറ്റിച്ച് അമിത വേഗതയിലെത്തിയ ബൈക്ക് സെലീനയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി മകളുടെ വീട്ടിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. തലയിടിച്ച് റോഡിലേക്ക് വീണ സെലീനയെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ ഭാഗത്തേക്ക് പോയ ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടകര വാസപുരം മറ്റത്തൂർക്കുന്ന് ഏറന്നൂർ മനയിലെ പ്രസാദ് ED ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരിയാണ്. മൂന്നാമത്തെ തവണയാണ് കൊടുക്കുന്നത്. 2 തവണയും നറുക്കെടുപ്പിലുണ്ടായിരുന്നു. 3-ാമത്തെ തവണ നറുക്കെടുത്തു. ആദ്യത്തെ തവണ നറുക്കെടുത്തില്ല. 2-ാമത്തെ തവണ നറുക്കെടുത്തു. മേൽശാന്തി കിട്ടിയില്ല. 3-ാമത്തെ തവണ മേൽശാന്തിയും കിട്ടി, നറുക്കെടുത്തു. പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയാണ് നറുക്കെടുത്തത്. 14 പേരിൽ നിന്നാണ് പ്രസാദിനെ തിരഞ്ഞെടുത്തത്. പട്ടികയിലെ 9ാമത്തെ പേരുകാരനാണ് ഇദ്ദേഹം. ഹൈക്കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത്. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് നറുക്കെടുത്തത്. ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ആത്മാർത്ഥമായും ചെയ്യണമെന്നാണ് താൽപര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത്യപൂർവമായ ഭാഗ്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം കൂട്ടിക്കട സ്വദേശി MG മനു നമ്പൂതിരി തെരഞ്ഞെടുക്കപ്പെട്ടു. മൈഥിലി വർമ്മയാണ് നറുക്കെടുത്തത്. 13 പേരുടെ ചുരുക്കപ്പട്ടികയാണ് മാളികപ്പുറം മേൽശാന്തി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് മേയർ വ്യക്തിപരമായിട്ട് നല്ലതാണ്. പക്ഷെ അദ്ദേഹം ഒരു അടിമച്ചാലയിൽ പല കാര്യങ്ങളും BJPയുടെ ജനപ്രതിനിധി ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ചിലപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് തടസ്സം വയ്ക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭരിക്കുന്ന കക്ഷിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര ആൽത്തറയിൽ ചേർന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോർപ്പറേഷൻ മേയർ വ്യക്തിപരമായി നല്ലയാളാണ്. അദ്ദേഹം ഇപ്പോൾ അടിമച്ചങ്ങലയിലാണ്. കോർപ്പറേഷനിലെ പല കാര്യങ്ങളിലും പ്രതിപക്ഷ ജനപ്രതിനിധികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ഭരിക്കുന്ന പാർട്ടി രാഷ്ട്രീയ വളർച്ചയ്ക്കു വേണ്ടി ജനതയെ തളർത്തുകയാണ് ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് രാജ്കുമാർ കടുന്തയിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ അമ്പാടത്ത്, മണ്ഡലം പ്രസിഡന്റ് KS സന്ദീപ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലേഷ്, സവിത സുരേഷ്, VR ഷാജി, TN ജയൻ, വാർഡ് മെമ്പർമാരായ അരുൺ മാഞ്ഞൂർ, ശ്രുതി രാഗേഷ്, ബിന്ദു പ്രിയൻ, ക്ഷേത്രം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പാലക്കൽ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ പൊതുജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു.
കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഹൃദ്രോഗമെന്ന് സൂചന. ഹൃദ്രോഗമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ സൂചന. ചിറമനേങ്ങാട് സ്വദേശി ഇല്യാസാണ് മരിച്ചത്. ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സൗകര്യങ്ങളില്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഹൃദ്രോഗ ലക്ഷണങ്ങളാണ്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖാമൂലം കിട്ടിയ ശേഷമാകും തുടർ നടപടികൾ. സംഭവത്തിൽ നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. കുന്നംകുളം പോലീസാണ് കേസെടുത്തത്. കുന്നംകുളം ACPക്കാണ് അന്വേഷണ ചുമതല. ചികിത്സയിലെ അനാസ്ഥ അന്വേഷിക്കും. അനസ്തേഷ്യയിലെ പിഴവ് മൂലമാണ് ഇല്യാസ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നെന്നും കയ്യബദ്ധം പറ്റിയതായി ഡോക്ടർമാർ സമ്മതിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. രാത്രി 8:30യോടെയാണ് ശസ്ത്രക്രിയയ്ക്കിടെ യുവാവ് മരിച്ചതായി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത്. തുടർന്ന് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് മരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആചാര തനിമയോടെ കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പോത്തോട്ടോണം നടത്തി. കാർഷിക അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ സംരക്ഷണത്തിനുമായി കാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടന്നത്. കന്നിമാസത്തിലെ തിരുവോണ നാളിലാണ് പോത്തോട്ടോണം നടത്തുന്നത്. 7 ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോത്തുകൾക്കായി പ്രത്യേക പൂജ നടത്തി. വ്രതമെടുത്ത് പോത്തിനെ മൂലിക്കുക എന്ന ചടങ്ങോടുകൂടിയാണ് ഈ ആഘോഷം തുടങ്ങുന്നത്. 7 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം കർഷകരും പോത്തുകളുമായി ക്ഷേത്രത്തിലെത്തും. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ പോത്തുകൾ ദേവിക്ക് മുന്നിൽ ആർത്തോട്ടത്തിന് ശേഷമായാണ് പോത്തോട്ടത്തിൽ പങ്കെടുക്കുക. പോത്തോട്ടക്കല്ലിൽ പഴയ കാലത്തിന്റെ കാർഷികോൽപ്പന്നത്തിന്റെ പ്രതീകമെന്ന നിലയ്ക്ക് നല്ലുകെട്ട് കൊണ്ടുവന്നു വയ്ക്കും. പോത്തുകളുടെ ശക്തി പരീക്ഷിക്കുവാൻ കർഷകരുടെ നേതാവായി വള്ളുവൻ പോത്തോട്ടക്കല്ലിൽ ഇരിക്കുകയും കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയും ചെയ്യും. തന്റെ മുന്നിലെത്തുന്ന ഉരുക്കളെ ഇളനീരും പൂവും നെല്ലുമെറിഞ്ഞ് അനുഗ്രഹിക്കുകയും തുടർന്ന് തറയ്ക്കു ചുറ്റും പോത്തുകളെ 3 പ്രദക്ഷിണം ഓടിച്ചുകൊണ്ട് ഓരോ ദേശക്കാരെയും അനുഗ്രഹിച്ച് ഉരുക്കളുടെ ശക്തിയെപ്പറ്റി ഊരാളനെ ധരിപ്പിക്കുകയും അനുഗ്രഹ സൂചകമായി ഭഗവതിയുടെ പ്രതിനിധിയായ വെളിച്ചപ്പാട് ഉരുക്കളുടെ ശക്തി ഒരാണ്ട് ദേശത്തിനെ രക്ഷിക്കുമെന്ന കൽപ്പന വിളിച്ച് പറയുന്നതോടെ പോത്തോട്ട ചടങ്ങുകൾ സമാപിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 175 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. കൊടകര വാസുപുരം മറ്റത്തൂർക്കുന്ന് എറന്നൂർ മനയിലെ പ്രസാദ് ED ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഹൃദ്രോഗമെന്ന് സൂചന.
ആചാര തനിമയോടെ കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പോത്തോട്ടോണം നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.